മാഷേ, ഈ ബ്ലസ്സി തിരക്കേടില്ലാത്ത സംവിധായകനൊക്കെ ആയിരുന്നു. ആടുജീവിതം സംവിധാനം ചെയ്യുന്നത് വരെ അല്ലേ? കാഴ്ച, മറ്റേ തന്മാത്ര തുടങ്ങിയ നല്ല പടം, ഭ്രമരം, ഇങ്ങനെ നല്ല. അപ്പോൾ സിനിമയിലൊക്കെ രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. ഈ മണ്ടത്തരം പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതല്ലേ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ആടുജീവിതത്തിന് ദേശീയ അവാർഡ് കിട്ടാതിരുന്നപ്പോൾ മിണ്ടാതിരുന്നത് ED പേടിച്ചിട്ടാണ് എന്ന് ബ്ലസ്സി പറഞ്ഞിരിക്കുന്നു. അല്ല, ഈ ബ്ലസ്സി അപ്പം മിണ്ടിന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെയൊക്കെ എതിർത്തിട്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? അതെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ എന്താ പേമാരിയും പെരുമഴയൊക്കെ ഉണ്ടാവുക? ED പിന്നെ ആരാ പേടിക്കേണ്ടത്? കള്ളപ്പണക്കാരല്ലേ പേടിക്കേണ്ടത്? അപ്പോ ആടുജീവിതത്തിന്റെ നിർമ്മാണത്തിന് കള്ളപ്പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണോ ബ്ലസ്സി ഉദ്ദേശിക്കുന്നത്? എന്താണ് മാഷ്? അതായിരിക്കണമല്ലോ. അതല്ലാതെ എന്താണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഈ നമ്മൾ പറയില്ല, അരിയാഹാരം കഴിക്കുന്ന മലയാളി വേറെന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ സിനിമക്കാരെ കുറിച്ച് പൊതുവേ ആരോപണങ്ങളുണ്ട്. ഇവരൊരിക്കലും നേരാൻ വണ്ണം കണക്ക് കൊടുക്കുന്നവരല്ല. അവരുടെ കണക്ക് മുഴുവനും കള്ളക്കണക്കാണ് എന്നും അവർക്ക് കള്ളക്കണക്ക് എഴുതിണ്ടാക്കാൻ വേണ്ടി മാത്രം സെക്രട്ടറിമാരെയും സ്റ്റാഫിനെയും വെക്കുന്നവരാണ് അവർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സിനിമാ ലോകത്ത് ഉണ്ടാക്കുന്നത് ഈ കണക്കിൽപ്പെടാത്ത പണം മാത്രമല്ല, ഈ പണം നിയമവിരുദ്ധമായ മാർഗത്തിൽ വരുന്ന പണം കൂടിയാണെന്നാണ്. ഏറ്റവും ഒടുവിലത്തെ ആരോപണം എന്താ? മലയാള സിനിമയെക്കുറിച്ച് വന്ന ഏറ്റവും വലിയ ആരോപണം വലിയ ഡ്രഗ് മാഫിയാണ് അവർ എന്ന ആരോപണം വന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ള ഒരാൾ നിർമ്മിച്ച സിനിമയാണ്. അദ്ദേഹത്തെ കണ്ണിൽ എന്ന് വെച്ചുകൊണ്ടൊന്നുമല്ല നമ്മൾ പറയുന്നത്. പക്ഷെ പൊതുവേ ബ്ലസ്സിയെ പോലെ ഒരാൾ ഈ പ്രസ്താവന ഇറക്കുമ്പോൾ അവാർഡ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ വേറെ പരിശോധിക്കണം. അവാർഡ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ എനിക്ക് ഒരു സിനിമാ ആസ്വാദകൻ എന്നുള്ള നിലയിൽ എനിക്കും സാറിനും വേറെ പറയാൻ പറ്റും. ആ സിനിമക്ക് ആ കൊല്ലത്തെ അവാർഡ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? തല്ലിപ്പൊളിപ്പടം, സത്യമായിട്ടുള്ള തല്ലിപ്പൊളിപ്പടമാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ പൃഥ്വിരാജിനെ കുറിച്ച് എല്ലാവരും വാഴ്ത്തുമ്പോൾ പൃഥ്വിരാജ് ഉള്ളൊരു വേദിയിൽ തന്നെ 2-3 പേരെങ്കിലും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മേ ബി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, സാർ ഒരു നല്ല മേക്കപ്പ് മാൻ അല്ലാതെ ആ സിനിമയിൽ താങ്കൾക്ക് എന്താണ് അഭിനയിക്കാനുണ്ടായത്? എന്ത് എക്സ്പ്രഷനാണ് അങ്ങ് കാണിച്ച്? കറക്റ്റാണല്ലോ. പൃഥ്വിരാജ് ആകെ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഈ മേക്ക് ഓവർ നടത്തി എന്നുള്ളത് ഒഴിച്ചാൽ അതൊരു മേക്കപ്പ് മാൻ്റെ പണി മാത്രമാണ്. അതിനപ്പുറത്ത് എന്താണ് ആ സിനിമ? ഒന്നാമതായാലും ആടുകളൊക്കെ വരുന്നത് ചെറിയ ചില അപൂർവം സീക്വൻസുകളേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊക്കെയാ സിനിമയിലുള്ളത്. അതേന്നേ, അത് ആട് ജീവിതമൊക്കെ അതിൽ വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം, ബേസിക്കലി എവിടെ പഠിച്ചതെന്നറിയോ? ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിങ്ങിൽ തന്നെ ഡിഫക്റ്റ് വന്നതിൻ്റെ കുഴപ്പമാണ് ഞാൻ പറയുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ആ സിനിമ വരുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതം എങ്ങനെ വന്നു? ജീവിതത്തിൽ ഇന്ന് വരെ അറേബ്യൻ മരുഭൂമി കാണാനുള്ള യോഗമില്ലാതെ പോയ ഒരു എഴുത്തുകാരനാണ് ബെന്യാമിൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അവിടെയൊക്കെ ജോലി ചെയ്തിട്ടില്ലേ? അദ്ദേഹം ബഹ്റൈനിലാണ് ജോലി ചെയ്തത്. ബഹ്റൈനിൽ ഒരു കൊച്ചു നാട്, ദ്വീപ് പോലെ ഒരു കൊച്ചു നഗരമല്ലേ ഉള്ളൂ. മരുഭൂമി ഇല്ലല്ലോ. മരുഭൂമി കാണണമെങ്കിൽ ബഹ്റൈൻ പാലം കടന്നിട്ട് സൗദി അറേബ്യ. പക്ഷെ ബെന്യാമിൻ മരുഭൂമി കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം റോട്ട് മെക്കയിൽ നിന്നും മോഷ്ടിച്ച ഭാഗങ്ങളിലുണ്ടല്ലോ. അതിൽ ഏറ്റവും മനോഹരം എന്ന് എനിക്ക് തോന്നിയ ആ ഭാഗം മരുഭൂമിയിലെ ഈ പാമ്പുകളുടെയൊക്കെ അത് റോട്ട് മെക്കയിൽ ഈച്ച കോപ്പിയാണ് സർ, ഈച്ച കോപ്പിയാണ്. അപ്പോ അതാണ് അതിന്റെ വന്ന കാരണം. ആ മരുഭൂമി എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇത്രമേൽ സൂക്ഷ്മമായി മനോഹരമായി മരുഭൂമി എങ്ങനെ എഴുതാൻ പറ്റി എന്ന ചോദ്യത്തിന് ബെന്യാമിൻ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ ബെന്യാമിൻ്റെ സഹപ്രവർത്തകരായ പലരും അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ ബഹ്റൈനിലെ സഹപ്രവർത്തകർ തന്നെ എഴുതി. ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ബെന്യാമിൻ ഒരിക്കലും ഒന്നും വേണ്ട, ആ പുസ്തകം എഴുതുമ്പോൾ ഒരു കുറിപ്പെങ്കിലും ഒരു വാക്കെങ്കിലും സൂചിപ്പിക്കും. മരിച്ചുപോയ ലിയോപോൾഡ് വെയ്സ് ഓർമ്മയുണ്ടല്ലോ. ലിയോപോൾഡ് വെയ്സ് എന്ന പഴയ ഓസ്ട്രിയൻ ജൂതനാണ് അത് എഴുതിയത്. ആ മനുഷ്യനൊരു കടപ്പാട് കൊടുത്തൂടെ? ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്രെഡിറ്റ് കൊടുത്തൂടെ? ഒരു വാക്ക് നന്ദി പറഞ്ഞൂടെ? ഒരു ഫോർവേഡിൽ പറഞ്ഞൂടെ? അതുപോലും പറഞ്ഞില്ല. മാത്രമല്ല, ഈ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ ഈച്ച കോപ്പി പിടിച്ചിട്ട് റോട്ട് മെക്കയിലെ കോപ്പി പ്ലസ് ഡിറ്റോ ട്രാൻസ്ലേഷൻ അത് ആടുജീവിതത്തിലും കൊടുത്തത് ബെന്യാമിൻ അയച്ചു കൊടുത്തപ്പോൾ മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുന്ന ഓരോരുത്തരോടും പറയും അത്രേ, അത് മാത്രം ചോദിക്കരുത്. ഏത് ആടുജീവിതത്തിലെ കോപ്പിയടി പ്ലാഗിയാരിസം എന്ന് പറയില്ല, അത് മാത്രം ചോദിക്കരുത് എന്ന് പറയും അത്രേ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി. അതുകൊണ്ട് പിന്നെ എന്തൊക്കെ കേസാണ് വന്നത്? അധാർമികമായി വന്നില്ലേ ഈ പുസ്തകം വിറ്റിട്ട്? നജീബും ഒന്നാമത് അതിന്റെ മ്യൂസിക് AR റഹ്മാനും മറ്റും ആയിരുന്നു.
അല്ല, മോശമായിരുന്നു. എനിക്ക് തോന്നുന്നു AR റഹ്മാൻ ചെയ്തിട്ടുള്ള ചില പാട്ടുകളിലെ ചില സിനിമകളിലെങ്കിലും മനോഹരമായ മ്യൂസിക് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ ബോറായിരുന്നു, അതിൽ തർക്കമില്ല. പാട്ടുകളായിരുന്നു എല്ലാവരും പറഞ്ഞു. മലയും കുഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കാശിനും കൊള്ളില്ലാത്ത മ്യൂസിക് ആയിരുന്നു. അതെ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബാധിച്ചിരിക്കാം. അതെ. നമ്മുടെ റോജയിലൊക്കെ ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യകാല മ്യൂസിക്കുകളൊക്കെ ഉണ്ട്, നമ്മൾ ഒരു കൊതിയോടെ നമ്മളങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അതിന് പകരം ഇപ്പൊ പുതിയ സാധനങ്ങളൊക്കെ തട്ടുപൊളിപ്പൻ സാധനങ്ങളാണ്. പുതിയ ആരോപണങ്ങളും വന്നു കേട്ടോ, നല്ല ആരോപണങ്ങൾ വന്നു. ഈ വലിയ തോതിലുള്ള സ്കോറുകൾ അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കോടതിയിൽ കേസ് വന്നൊക്കെ ഉണ്ടാക്കപ്പോട്ടെ. ഞാൻ പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ സിനിമ നന്നായി എന്ന് ഇദ്ദേഹം ബ്ലസ്സി പറഞ്ഞാൽ മതിയോ? അത് മതിയോ? അതല്ലേ പ്രശ്നം. മറ്റുള്ളവർക്കും കൂടി അത് തോന്നണ്ടേ? മാത്രമല്ല ഇയാള് മാത്രം വിലയിരുത്തിയാൽ മതിയോ? ഞാൻ എന്നിട്ട് അതിന്റെ കുറ്റം ആലോചിച്ച് നോക്കൂ. അപ്പോ മാത്രമല്ല ഈ അവാർഡ് കൊടുക്കുന്നത് ആരെങ്കിലും എന്തിനാണ് ED പേടിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഇതില് അനാവശ്യമായി ഒരു കലാകാരനെ ഒരിക്കലും അയാൾ കള്ളപ്പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും കള്ളപ്പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ ED വീട്ടിലെത്തും, സംശയമില്ലല്ലോ. അതല്ലേ EDയുടെ പണി. മറ്റേ പൃഥ്വിരാജിന്റെ വീട്ടിൽ ചെന്നല്ലോ, അല്ലെ പോയി. വണ്ടിയുടെ കാര്യത്തിലും പല കാര്യങ്ങൾക്കും പോകും. EDയുടെ പണി അതാണ്. അതേസമയത്ത് ഒരിക്കലും ആരും ഉന്നയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന് എന്താണ് ഈ നാഷണൽ അവാർഡിൽ കാര്യം? എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മോദിക്കെതിരെ രാവിലെയും വൈകുന്നേരവും പ്രസ്താവന ഇറക്കുന്നവർ പോലും ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ മോദി ഇടപെട്ടു എന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു എന്നോ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എനിക്ക് തോന്നുന്നു പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായ പല സിനിമകളും തള്ളിപ്പെടാതിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ള. കാരണം കേന്ദ്ര സാഹിത്യ അക്കാദമി മാർക്സിസ്റ്റുകളും ഒക്കെ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ പ്രതിനിധി ആരാന്നറിയോ? ഞാൻ ഇന്ന് വരെ പലപ്പോഴും നിരന്തരമായി മോദിക്കെതിരായും സംഘപരിവാറിനെതിരായും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന KP രാമനുണ്ണിയാണ് നമ്മുടെ പ്രതിനിധി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ. ഈ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിനോടാണ് ഗവൺമെന്റ് അക്കാദമി അവാർഡ്. ഞാൻ ചോദിക്കട്ടെ മാഷെ, ഇയാളും ഈ പൃഥ്വിരാജും മെലിഞ്ഞിരുന്ന പൃഥ്വിരാജും എല്ലാം കൂടി ജോർദാനിലെ ആ സമയത്ത് കോവിഡ് കാലത്ത് അവിടെ പെട്ടുപോയി കഴിഞ്ഞപ്പോ ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നത് BJP ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റ്. അത് പൃഥ്വിരാജും ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായ ഇടപെടലാണ്. അന്നൊക്കെ പെട്ടുപോയ വലിയ പാടാണല്ലോ. അപ്പോൾ അതിനൊക്കെ അന്ന് നന്ദി പറഞ്ഞിരുന്നു, പിന്നെ മറന്നു പോവുക. ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അവാർഡ് കമ്മിറ്റി അക്കൊല്ലം അവരുടെ മുമ്പിൽ വന്ന സ്ക്രീനിങ്ങിന് വന്ന സിനിമകൾ പരിശോധിച്ചിട്ടല്ലേ കൊടുക്കുക. പക്ഷെ അന്ന് ബ്ലസ്സി അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. ബ്ലസ്സി മഹത്തായ സംവിധായകനാണെന്നും പറഞ്ഞിട്ട് ബ്ലസ്സിയോട് ആരെങ്കിലും താൻ നാളെ പോയിട്ട് യോഗി ആദിത്യനാഥിന്റെ ജീവിതം സിനിമയാക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞു? യോഗി ആദിത്യനാഥിനെ കഥാപാത്രമായിട്ട് താൻ അഭിനയിക്കണം എന്ന് പൃഥ്വിരാജിനോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ഒരു കാര്യമില്ല. ഇതിലിപ്പോ ബ്ലസ്സി സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആരോടോ ഉള്ള ചൊരുക്ക് ഇപ്പോൾ തീർക്കുകയാണ്. ഒരു കാര്യമില്ല. മാത്രം അന്ന് പറഞ്ഞിട്ടില്ല. ഈ സിനിമ അവാർഡ് പ്രഖ്യാപനം വന്ന കാലത്ത് അവാർഡ് കൊടുത്ത അന്ന് വന്ന അക്കൊല്ലം വന്ന സിനിമകൾ, സ്ക്രീൻ ചെയ്ത സിനിമകളൊക്കെ പരിശോധിച്ച ആളുകൾ പറഞ്ഞത് താരതമ്യേന നീതിപൂർവ്വമുള്ള അവാർഡാണ് കൊടുത്തതെന്നാണ്. ഈ അവാർഡ് തീർച്ചയായിട്ടും പുറത്താവും. അവാർഡിന് അതിൻ്റെ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ഇവർ കാശ് ചിലവാക്കി, ഞാൻ ഒരുപാട് കാശ് ചിലവാക്കി, കുറേ കാലം കഷ്ടപ്പെട്ടു, ഞാൻ പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ മതിയോ സിനിമയിൽ? അതിന്റെ റിസൾട്ടിൽ കാണണ്ടേ? അതാണ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ആ നോവലിന് ബേസിക് ആയിട്ട് തന്നെയുള്ള എന്താ പറയുക ദോഷങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട്, ആ നോവൽ സിനിമയാക്കിയപ്പോൾ നോവലിനോട് പോലും നീതി പുലർത്തിയില്ല എന്ന് പരാതിപ്പെട്ടത് ആ നോവലിലെ മുഴുവൻ ആ നോവല് ഗൾഫില് പല രാജ്യങ്ങളിലും നിരോധിച്ചു. സിനിമ അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. ഇവർക്ക് ആ രാജ്യങ്ങളോടൊന്നും ഒരു വിരോധമില്ല. അതാണ് അവരോടല്ല വിരോധമുള്ളത്. പ്രദർശിപ്പിച്ച ഇന്ത്യയോടാ വിരോധം. പ്രദർശിപ്പിക്കുകയും അവാർഡിന് സ്ക്രീൻ ചെയ്യുകയും എന്നിട്ട് അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്ത ഇന്ത്യ ഗവൺമെന്റിനോട് വിരോധം തോന്നുന്നുണ്ട് കാര്യമില്ല. മാത്രമല്ല ഒരു തരത്തിലും ഇതിനോട് ബന്ധിപ്പിക്കാൻ പാടില്ലല്ലോ EDയെ. ഞാൻ പറയാം EDയെ പേടിച്ചിട്ടാണെന്നല്ല, അല്ലെങ്കിൽ കേന്ദ്ര ചലച്ചിത്ര വകുപ്പിനെ പേടിച്ചിട്ടാണെന്നോ സാംസ്കാരിക വകുപ്പിനെ പേടിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇനിയും വല്ല ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് പറയാനോ ഒക്കെയാണെങ്കിൽ മനസ്സിലാക്കും. സെൻസർ ബോർഡ് ഇതിലൊന്നും ഇടപെട്ടില്ലല്ലോ ഇതുവരെ. ഇത് നിരോധിക്കണമെന്നും സെൻസർ ബോർഡ് പറഞ്ഞില്ല. ഇത് ഇവിടെ സ്ക്രീൻ ചെയ്ത പടമാണ്. ഞങ്ങള് സിനിമ എടുക്കും, ഞങ്ങൾക്ക് അവാർഡും കൂടി തരണം എന്ന ആളുകൾക്ക് പറയുന്നത്. ഒന്ന് എന്തിനാണ് സാർ JSK സിനിമ വന്നല്ലോ, എന്താണ് സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള JSK സിനിമ വന്നല്ലോ. പിന്നെ പേര്
ആ സിനിമ വന്നപ്പോൾ പോലും വേണമെങ്കിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് സ്വന്തം സിനിമയ്ക്ക് വേണ്ടി ഇടപെടാലോ. അത് രാഷ്ട്രീയമായ ഒരു ആരോപണമൊന്നും അതിന് ഇടപെട്ടിട്ടില്ലല്ലോ. ഒന്നാമത് ഈ പുരസ്കാരങ്ങൾ മാഷെ ഒരു ജൂറിയെ വെച്ച് കഴിഞ്ഞാൽ ജൂറിയുടെ സബ്ജക്റ്റിവിറ്റിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അവർക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ വിലയിരുത്തുക. ജൂറി മാത്രമേ സ്വാധീനിക്കുള്ളൂ, ഗവൺമെന്റ് ഒരിക്കലും അവാർഡിനെ സ്വാധീനിക്കാറ്. അതല്ലാതെ ബ്ലസ്സിയോടും പൃഥ്വിരാജിനോടും ചോദിച്ചിട്ട് ജൂറിയെ നിയമിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമില്ല. അങ്ങനെ തന്നെ അതിന് മറുപടി പറയേണ്ടത്. പക്ഷെ ബ്ലസ്സി ആ പ്രസ്താവനയിലൂടെ സ്വയം ചെറുതാവുകയാണ് ചെയ്തത്. ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഒരു സിനിമ എല്ലാ സിനിമയും മഹത്താവണമെന്നില്ല. അദ്ദേഹം കാഴ്ചയും കളിമണ്ണും ഈ പറഞ്ഞ പോലെ ഭ്രമരവും ഒക്കെ ചെയ്ത ഒരു സംവിധായകനാണല്ലോ. ആ നിലക്ക് അദ്ദേഹത്തിന് മാന്യമായ ഒരു പ്രതികരണം. എനിക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലും കിട്ടിയവർക്ക്. അല്ല, ഇദ്ദേഹത്തിന്റെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ അനുപം ഖേർ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അനുപം ഖേറും മോദിയും ഒക്കെ ആയിട്ട് വലിയ സൗഹൃദമല്ലേ. ഇയാൾക്ക് അനുപം ഖേറിനെ കൊണ്ടൊന്ന് ശുപാർശ ചെയ്യിക്കായിരുന്നു. ഇതൊക്കെ ആളുകൾ പറയും, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. വേണമെങ്കിൽ ഇതൊക്കെ നോക്കാമായിരുന്നില്ലേ. എന്നിട്ട് വെറുതെ ഇപ്പൊ ആവശ്യമില്ലാതെ കേന്ദ്ര ഗവൺമെന്റിനും മോദിയും ചീത്ത പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒരു സിനിമക്ക് അവാർഡ് കിട്ടിയില്ല. മോനെ ബ്ലസ്സി, അടുത്ത സിനിമ എടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ അനുപം ഖേറിനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക് കേട്ടോ. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അത്ര ഇപ്പൊ തൽക്കാലം നമുക്ക് പറയാനുണ്ട്. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.